എടാ മോനെ, ആ കുട്ടീനങ്ങ് വിട്ടേക്ക്, പിന്നെ ആ ചേട്ടനെ വിട്ടേക്ക്. അപ്പൊ വഴിതെറ്റി വന്നതല്ല, വഴിതെറ്റിക്കാൻ വന്നവരെ ഉന്നം വെച്ച് വന്നതാണ്. അത് പിന്നെ വണ്ടിപ്പണിയല്ലേ. ഇതുപോലൊരു പണി കാണുമ്പോ തിരിച്ച് പണിയാതെ പോകുന്നത് ആണുങ്ങൾക്ക് കയറുന്ന പണിയല്ലല്ലോ. അപ്പം മോൻ പണിയും വാങ്ങിച്ചേ പോകൂ. പണി വാങ്ങിച്ചിട്ടല്ല, പണി കൊടുത്തിട്ടേ പോകൂ. കമല, അടി പണിയാക്കി നടന്നവന്റെ നേരെയാണോടാ മുട്ടാൻ വരുന്നേ? കമല, കൊറേ കാലമായില്ലേ കയ്യും കാലൊക്കെ ഇളക്കിയിട്ട്. ഒന്ന് അറിഞ്ഞു നിന്ന ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പിന്നെ പഴയ അടവുകളൊന്നും മറന്നുപോയിട്ടില്ലല്ലോ, തല്ലു വാങ്ങിക്കില്ലല്ലോ. ഇല്ല ആശാനെ, 3ാം ക്ലാസ്സിൽ പഠിച്ച പാഠം മറന്നാലും ആശാൻ പഠിപ്പിച്ചെന്ന അഭ്യാസ മുറകളൊക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. എന്നാ എടുത്ത് പെരുമാറിക്കോ. ഇനി ഇതുപോലൊരു അവസരം കിട്ടില്ല കേട്ടാ. കമല, അത് ആ കുഞ്ഞിനെയും ബാധിക്കും. അവളുടെ അച്ഛനെ കണ്ടിട്ട് ദിവസങ്ങൾ എത്രയായി. രോഹിത് ഒരു തരത്തിലും ശ്യാമയും മോളുമായിട്ട് അടുക്കുന്നില്ലെന്നാ പറയുന്നത്. അവൻ വീട്ടിലേക്ക് പോലും വരുന്നില്ല. തെറ്റിദ്ധാരണയാ, പറഞ്ഞാലൊട്ടും മനസ്സിലാവുകയില്ല. ശാരദാമ്മ, എനിക്ക് ശാരദാമ്മയോട് ഒരപേക്ഷയുണ്ട്. ശ്യാമയെയും പപ്പിമോളെയും ശാരദാമ്മ വീട്ടിലേക്ക് വിളിച്ചിട്ട് പോകണം. അയ്യോ രാഘവേട്ടാ, അത് ഇതെന്റെ ഒരു അപേക്ഷയാ. ഇനി അവരവിടെ നിർത്തി കണ്ണീർ കുടിപ്പിക്കരുത്. ഇത് ഞാൻ മനസ്സിൽ തട്ടി പറയുന്നതാ. അവരുടെ കാര്യത്തിൽ എനിക്ക് അത്ര ദണ്ണുള്ളതുകൊണ്ടാ ഞാനീ പറയുന്നതേ. അല്ല, വേറൊരർത്ഥത്തിൽ ശാരദാമ്മ എടുക്കുകയും ചെയ്യരുത്. അയ്യോ, എന്തിനാ രാഘവേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കൊണ്ടുപോയിക്കോളാം അവരെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ. ശാരദാമ്മയെ കണ്ടത് നന്നായി. മനസ്സിലെ വിഷമം കുറെ പറഞ്ഞപ്പോ എന്തോ ഒരാശ്വാസം. ഇനി ബാക്കി ഭഗവാൻ മുമ്പിൽ പറയാം. നാലംഗ അക്രമി സംഘം പിടിക്കപ്പെട്ടു കേട്ടു. അതിലൊരു മുന്നറിയിപ്പുണ്ടോ? എന്തെങ്കിലും ഒരു സൂചന? സേഫ്റ്റിക്കായിട്ട് എന്തെങ്കിലും കരുതി വെക്കണമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഒന്നും വേണ്ടി, പിടിക്കപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പേരെ അവർ പറയില്ല. വല്ല അടിയിടിയൊക്കെ കൊള്ളുമ്പോ എടി അവന്മാരെ വെട്ടിയിട്ടാ പോലും
അവന്മാർ നമ്മളെ പേര് പറയും. അതാ അക്കാര്യത്തില് ഒരു സംശയം വേണ്ട. ചിറ്റപ്പന്റെ കേസാവുമ്പോ ചിറ്റപ്പൻ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നറിയാം. ഉം. എങ്കിലും ഒന്ന് ചോദിക്കാ, ശാലിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ? ചാകുവോ അതോ തളർന്നു നടക്കുവോ? കുത്തിയവന്റെ കണക്കൂട്ടില് ചാവാതെ ചാകും. അതാ കുത്തിന്റെ ഒരു രീതി. ഇനിയിപ്പോ കാര്യങ്ങൾ നേരാവണ്ണം നീക്കാമല്ലോ. നമ്മുടെ പ്രധാന എതിരാളി ശരശയിലായില്ലേ? ഇനി ആ തന്തയും തള്ളയും എപ്പോ വേണമെങ്കിലും അവിടുന്ന് ഇറങ്ങാം. ഒരാളും തടസ്സം പറയാനായിട്ട് വരില്ല. ആ, അപ്പൊ ഈ സന്തോഷം നമ്മുടെ ADM-നെ വിളിച്ചെന്ന് അറിയിക്കണ്ടേ? അറിയിക്ക്. എന്നിട്ട് ശരശയിൽ കിടക്കുന്ന ശാലിനി വിഷ്ണുവിന് നിത്യവിശ്രമം നൽകാൻ ഇട കൊടുക്കണേന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ പറയും. വിളിക്ക്. അറിഞ്ഞു, കളക്ടർ വീഴ്ത്തിയല്ലേ? സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും കൂരയ്ക്ക് കുറുകെ വന്നാ വെട്ടിക്കളയാതെ വേറെ മാർഗമില്ലല്ലോ. ഇതിപ്പോ കുറുകെ ചാടിയതൊരു കുറുനരിയാ. പക്ഷേ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയപ്പോ ഒരു ചെറിയ തടയിട്ടതാ, അതങ്ങേറ്റു. ആ, ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേരാവണ്ണം നടത്തിക്കൂടെ? നടത്താം. ഇന്ന് മുതൽ ഐശ്വര്യമായിട്ട് നമുക്ക് അതിനുള്ള പണിയും തുടങ്ങാം. തുടങ്ങണം. കാരണം ഇനി കളയാൻ നമുക്ക് സമയമില്ല. എന്നാ പിന്നെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ വേഗത്തിലായിക്കോ. ശരി, ഓക്കെ. ADM പണി തുടങ്ങിക്കഴിഞ്ഞു. ഇനി ജപ്തിക്കുള്ള വിളംബരം നടത്തിയാൽ മാത്രം മതി. ഇത് ചതിയാണ്.